വീട്ടിലെത്തു ഗൈസ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 3rd ഡേയിലാണ്. ഗോയിങ് ടു 3rd. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇന്നത്തേക്കുള്ള ഔട്ട്ഫിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വേറെ എവിടെയും പോകുന്നൊന്നുമില്ല. ജസ്റ്റ് പുറത്തിറങ്ങണു, ഐ മീൻ ചെക്കൗട്ട് ചെയ്യണു. ചിലപ്പോൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്, മേ ബി, ഉറപ്പില്ല, സമയമുണ്ടെങ്കിൽ. അത് കഴിഞ്ഞാൽ അതേതാ സ്ഥലം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ നോട്ടർഡെയിം ബസിലിക്ക ഇല്ലേ, അതേപോലെ തന്നെ വേറെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് കേട്ടോ. സെയിൻറ്റ് പോൾ എന്നെന്താണ് പേര്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓൺ ദ വേ ആണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പോവില്ല. 2 മണിക്കാണ് നമ്മുടെ രാജേഷ് ബ്രോയും വൈഫും ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെന്താ, അവരെ പിക്ക് ചെയ്യുന്നു തിരിച്ച് നമ്മുടെ ടൊറൻറ്റോയിലേക്ക്. അപ്പോൾ ഞാനെന്നാ പോയിട്ട് ആക്ച്വലി ഇന്നലെ രാത്രി ആയതും ഇന്നിപ്പോൾ രാവിലെ ആയതും ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മെസ്ഡപ്പായിരുന്നു. മെസ്ഡപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോയില്ലേ, മറ്റേ മൗണ്ട് റോയലിൽ പോയില്ലേ. മൗണ്ട് റോയലിൽ പോയിട്ട് തിരിച്ചിറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുള്ളാമുട്ടി നോക്കുമ്പോൾ അവിടെ ആക്ച്വലി ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനത്തെ കുറച്ച് ഈ റെസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ തിരിച്ച് നടന്ന് മറ്റേ സൺസെറ്റ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം തിരിച്ച് മെല്ലെ നടന്നെത്തുമ്പോഴേക്കും, അല്ലേ നല്ല ഓടി നടന്നെത്തിയപ്പോഴത്തേക്കും അതെല്ലാം അടച്ചായിരുന്നടാ. നമുക്കറിഞ്ഞൂടാ അവരെന്തിനാ ഇത്ര നേരത്തെ അത് അടയ്ക്കുന്നതെന്ന്. സംഭവം സൺസെറ്റ് ഒരു 8:30 ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും എന്നെ അടച്ചു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോകുന്നതിനേക്കാളും റഷ് ഉണ്ടായിരുന്നത് ആ ടൈമിലായിരുന്നു. ഒത്തിരി പേര് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവർ അടച്ചിട്ട് പോയി. പിന്നെ എങ്ങനെയാ ആൾക്കാർ വരുന്ന സമയത്ത് ഇവർ അടച്ചിട്ട് പോയി ഇവരെന്ത് ചെയ്യും അല്ലേ, നമ്മൾ ടൂറിസ്റ്റൊക്കെ എന്ത് ചെയ്യൂ. എന്തായാലും നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അത് ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മുള്ളാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചറ പറയേന്ന് വെച്ചിട്ട് വേഗം മറ്റേ താഴത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു റെസ്റ്റ് റൂം സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങി ഒരു വഴിക്ക് എത്തി. പിന്നെ അങ്ങനെ കാറി കയറി, പിന്നെ അങ്ങനെ പോയി മുള്ളി അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി തിരിച്ചെത്തിയപ്പോഴത്തേക്കും എന്താ ആകെ കൂടെ ഒരുമാതിരി ആയിപ്പോയായിരുന്നു. ഭയങ്കര ക്ഷീണമായിപ്പോയി. ഒത്തിരി വെയിലും കൊണ്ടില്ലേ, അപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായപ്പോഴത്തേക്കും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് വ്ളോഗൊന്നും എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത്. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഫൈനലി അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ മാക്സിമം കവർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇനിയൊന്നും ഇല്ല തോന്നുന്നു. മോൺട്രിയലിൽ ഇനിയും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല. നമ്മളെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പൂന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അതും കൂടെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പില്ല അവിടെ പോകുന്ന വലിയ താല്പര്യമൊന്നുമില്ല. പറ്റുവാണെങ്കിൽ പോകും, അത്രയേ ഉള്ളൂ. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അതും കുറച്ച് ലേറ്റ് ആയിട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ ഇപ്പോഴെത്തിയ വൈഷ് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, കമാ. നമുക്ക് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്യണം. എന്താ കോലം എന്ന് അറിയാം, ഇവിടുത്തെ ഞാൻ കാണിച്ചു തരാം. കണ്ടാ എന്താ അവസ്ഥ. എനിക്ക് സാധാരണ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം എടുത്ത് ബെഡിലേക്ക് ഇട്ടത്. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ പാക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഒന്നും മറന്നു പോകത്തില്ല. അതുകൊണ്ട് എല്ലാം ഇവിടെ എടുത്ത് വെച്ചതാ. എനിക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊന്നായിട്ടൊന്നല്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്കെന്നാൽ കിച്ചണിലേക്ക് പോകാം. വൈഷ് ഇന്നലത്തെ പോലെ കലാപരിപാടികൾ ചെയ്യുന്നുണ്ട്. ഹായ്, ഇന്ന് നല്ല വൃത്തിയുള്ള സ്ക്രാമ്പിൾ. ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിനി പാക്ക് ചെയ്യട്ടെ. വൈഷു പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. പാക്ക് ചെയ്ത് വണ്ടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. കമോൺ.
3.5 ഡേയ്സിൻ്റെ മോൺട്രിയൽ ട്രിപ്പ്. ഖതം ഹോ ജാ രഹാ ഹൈ. കറക്റ്റാണോടാ ഞാൻ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഖതം ഹോ ജാ രഹാ ഹൈ എന്ന് പറഞ്ഞാൽ അവസാനിക്കാൻ പോവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കറക്റ്റാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് വണ്ടിയിലെല്ലാം ബാഗെല്ലാം എടുത്ത് വെച്ച് നമ്മൾ തിരിച്ചു ഗൈസ്. എന്താണ് വൈശു തൻ്റെ അഭിപ്രായം മോൺട്രിയലിനെ കുറിച്ച്? എന്താ? ശരി, നമുക്കെന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. മോൺട്രിയലിലെ ഞങ്ങളുടെ അവസാനത്തെ സൈറ്റ് സീയിങ് സ്പോട്ടായിരുന്നു കേട്ടോ ഇത്. സെൻറ്റ് ജോസഫ് ഒറേറ്ററി. ഇത് 1904 പണി കഴിപ്പിച്ചിട്ടുള്ളൊരു പള്ളിയാണ്. കാനഡയിലുള്ള ഏറ്റവും വലിയ പള്ളി അതുതന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് പള്ളിയായിട്ടല്ല യൂസ് ചെയ്യണേ, ഒരു മ്യൂസിയം ആയിട്ടാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനം ഓരോ രാജ്യക്കാരും ഓരോ ദേശക്കാരും ഏത് രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്തേ എന്നുള്ളതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ഈ ചുമരിൽ കാണുന്ന ഈ ചില്ലുകൂട്ടിലുള്ള എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലത്ത്, ഇപ്പോൾ ഈ കാണുന്ന പോലെ ഏഷ്യയിൽ, പിന്നെ ഇതാ ഇന്ത്യയിലുള്ളതുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എങ്ങനെയാണിത് ആഘോഷിച്ചത് എന്നുള്ളത് പറയണതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ എലവേറ്ററിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു സംഭവമാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ പള്ളി. അതായത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആയിരിക്കും പ്രാർത്ഥിക്കാനൊക്കെ. ഒരു അൾട്ടാറുണ്ട്. അതിൻ്റെ പുറകിൽ എന്താ പറയുക, വേറെ എന്തൊരു സംഭവം ഉണ്ട്, എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നോട്ടർഡെയിം ബേസിലിക്ക പോലെ തന്നെയുള്ള വേറൊരു ഫേമസ് പള്ളി തന്നെയാണിത്. പക്ഷെ അവിടെ ഉള്ള പോലെയല്ല ഇവിടുത്തെ സ്ട്രക്ചറും ഇവിടുത്തെ ഇൻറ്റീരിയർ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ ഭയങ്കര കളർഫുള്ളായിരുന്നു വെച്ചാൽ ഇവിടെ എല്ലാം തന്നെ ഇതേപോലത്തെ ഭയങ്കര മങ്ങിയ കുറച്ച് കളറുകൾ കാര്യങ്ങൾ വെച്ചിട്ടുള്ള സെറ്റപ്പും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ചുമരിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. അപ്പം എന്ത് ഭംഗിയാണ് നോക്കില്ലേ, ജീവൻ ഇങ്ങനെ തുളുമ്പണൊരു സംഭവം. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന സംഭവമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് മോൺട്രിയൽ ഫുള്ള് എന്ന് ഞാൻ പറയണില്ല, പക്ഷെ എന്നാൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഏറ്റവും മുകളിൽ നിന്ന് കാണാം. വലിയ തൂണൊക്കെ കണ്ടോ നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് കണ്ടുള്ള കുറേ ചർച്ചുകളിലെ ഏറ്റവും വലിയ ചർച്ചും ഇത് തന്നെയാണ്. സംഭവം സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനഡയിലെ ഏറ്റവും വലിയ ചർച്ചാണിത്. അറുന്നൂറ് വർഷം കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ ഇത് കാനഡയുടെ ഒരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റാണ്. ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നൊരു സൈറ്റാണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് മ്യൂസിയം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സംഭവമുണ്ട്. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ കുറേ സൊവനീഴ്സ് കിട്ടുന്ന കുറേ ഷോപ്സ് ഉണ്ട്, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് ഞാൻ കാണിച്ച പോലെ. അങ്ങനെ കുറേ സംഭവമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെന്തായാലും അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി മുകളിലും താഴെയും പിന്നെ നടുവിലുള്ള ഫ്ലോറിലും അങ്ങനെ എല്ലാവിടെയും പോയി, പിന്നെ ഷോപ്സിലൊക്കെ കയറി എന്തൊക്കെയുള്ളത് എന്നൊക്കെ നോക്കി ഞങ്ങളങ്ങനെ മെല്ലെ അവിടെ എനിക്ക് തോന്നുന്നു 1 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയമായോ പറയാൻ? ഇനി പറ, എന്താണ് മോൺട്രിയലിനെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം? ഉറക്കെ പറയടാ. എടാ ഗ്യാസ് ഇടല്ലേ, സോറി എയർ ഇടല്ലേ, AC ഇടല്ലേ. എൻ്റെ ഒരു മൈക്കില്ലാത്തതുകൊണ്ടാണോ ഗൈസ്? ശരി പറ. മാക്സിമം 2.5 ദിവസം
മോൺട്രിയൽ ട്രിപ്പ് ആണെങ്കിൽ ഒരു 3 ദിവസം കണക്കാക്കിയിരിക്കും. പക്ഷെ മോൺട്രിയൽ ഒറ്റയ്ക്കാണെങ്കിൽ 2 ദിവസത്തെ പരിപാടിക്ക് തന്നെ ഉള്ളൂ. പിന്നെ സ്ഥലം വന്നിട്ട് നല്ലതാണ്. അധികം അങ്ങനെ കുറേ തിരക്ക് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ടതിൽ കൂടുതലും ടൂറിസ്റ്റാണ്. പിന്നെ ഫുഡൊക്കെ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ ടൈപ്പ് ഫുഡ് ഇല്ലയെന്നൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്നലെ രാത്രി കഴിച്ചത് ഒരു ഇന്ത്യൻ ഫുഡായിരുന്നു. പക്ഷേ വേറെയും കുറേ ഫുഡുകളുണ്ട് കേട്ടോ, അതൊക്കെ നല്ലതാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് കുറേ ഉണ്ട്. ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ട്സിലൊക്കെ സ്ട്രീറ്റ് ഫുഡ്സ് കുറേ ഉണ്ട്. പിന്നെ റോഡാണെങ്കിൽ വലിയ അടിപൊളി റോഡെന്ന് പറയാനൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, അത്രയൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ നല്ലതാണ് കേട്ടോ. ഇവിടെ നമുക്ക് മെയിനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അതാണ്. ബിൽഡിങ്സിനൊക്കെ ഒരു വേറൊരു ടൈപ്പ് സ്ട്രക്ചറും വേറൊരു ടൈപ്പ് മേക്കിങ്ങുമാണ് അവർക്കൊക്കെ. ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നിയായിരുന്നു വന്ന ടൈമിൽ ടൊറൻറ്റോയിലുള്ള പോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ ചിലതൊക്കെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്, കുറേ വ്യത്യാസം നമുക്കിങ്ങനെ ഉണ്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നല്ല, എന്തോ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്രഞ്ച് ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു മിക്സ് ഉണ്ട് എന്തായാലേ, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒറിജിനൽ ആൾക്കല്ലേ, നേറ്റീവ് മോൺട്രിയൽ അല്ലെങ്കിൽ ക്യൂബക്കിയൻസ് ഉണ്ടല്ലോ, ഇവർ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇവിടെ. അപ്പോൾ ഇവരിത് നേറ്റീവ്സ് ആണ്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇംഗ്ലീഷ് അറിയുന്നില്ല, പക്ഷെ എന്നാലും കൂടുതൽ പേർക്കും ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഭാഷയുടെ കാര്യത്തിൽ, കാരണം ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടായിരുന്നേ. പിന്നെന്തായിരുന്നു പറയാൻ, നല്ലതാ. എല്ലാവരും വായോ ഒരു ദിവസം എല്ലാവരും വായി. ഇങ്ങനെ ഇതേപോലെ ലോങ് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഗെറ്റ് അവേക്കൊക്കെ നല്ലതാണ്. ഇവിടെ കപ്പിളായിട്ടും വരാം, ഫ്രണ്ട്സായിട്ടും വരാം, ഒറ്റയ്ക്കും വരാം. അതാണ് ഈ പ്ലേസിൻ്റെ ഒരു പ്രത്യേകത തോന്നുന്നത്. എങ്ങനെ വന്നാലും നമുക്ക് വൈബാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുണ്ടാകും ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. മോൺട്രിയൽ നല്ലതാണ്. ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ്ലി വീണ് കിട്ടിയൊരു ചാൻസായിരുന്നു. ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പം അതേ ഞാൻ വ്ളോഗ് എടുക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കിയാൽ കാണാം, ഉണ്ടാക്കുമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, കാരണം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ. വേറൊരു കാര്യം എന്താണെന്നറിയുമോ, ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഞങ്ങളെ കൊണ്ട് ഈ വ്ളോഗിങ്ങും റീലുണ്ടാക്കൽ ഈ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് സ്ഥിരം നടക്കില്ല. ഞങ്ങൾക്ക് പറ്റുന്നില്ലടോ, ഏതൊരു ഫോണിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ഞാൻ അതുകൊണ്ടായി പരിപാടി നിർത്തിയെന്നുള്ളത്. സത്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ കാര്യങ്ങൾ മിസ്സായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഞാൻ പിന്നെ എന്താണെന്നറിയോ, എന്തായാലും ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ കുറേ വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ. ഞങ്ങളിങ്ങനെ യങ് ഏജിൽ ഞങ്ങൾ രണ്ടുപേരും പോയൊരു ട്രിപ്പ്, ഒരു ലോങ് ട്രിപ്പ്, അത് കാണാൻ രസമാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന ട്രിപ്സൊക്കെ ഞാൻ മോസ്റ്റ്ലി വ്ളോഗ് ചെയ്യാറുണ്ട്. അത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടന്റ് ദാരിദ്ര്യമാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ എനിക്ക്, വേറെ എന്താ ഞാൻ എടുത്തിടണ്ടേ. എൻ്റെ ഒരു സാധാരണ ലൈഫാണ്, അതിലെനിക്ക് പ്രത്യേകിച്ച് അത് കാണിക്കാറൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന ഒക്കേഷൻസ് ആണ് കാണിക്കാനും എപ്പോഴും ഓർമ്മിക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളും അതൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ വ്ളോഗ് ചെയ്യുന്നത്, മോസ്റ്റ്ലി അത് മാത്രം ചെയ്യണേ. ഇനിയും ട്രിപ്സൊക്കെ പോകാൻ ഞങ്ങൾക്ക് പറ്റട്ടെ. കുറേ അല്ലേ വൈശു പാർക്ക് ചെയ്യുന്നതിൽ ബിസിയാണ്. ഇപ്പം ഞങ്ങൾ ഉച്ചയായിട്ട് ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് നമ്മൾ അമലിനെ രമ്യനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവരിവിടെ മോൺട്രിയൽ ട്രിപ്പ് വന്ന സമയത്ത് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കഴിച്ചത് തന്നെ, ഐ മീൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചത് തഞ്ചനാണ് കഴിച്ചു. തഞ്ച എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കഴിച്ചത്. അവിടേക്ക് പൊക്കോന്ന് പറഞ്ഞു നമ്മളുടെ അടുത്ത്. പൊക്കോന്നല്ല, ഇനിയുണ്ട്, വേണമെങ്കിൽ പൊക്കോന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ നിൽക്കുമല്ലേ, അപ്പോൾ വിചാരിച്ചാൽ അപ്പം ഇന്ന് അവിടെ കയറാം. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയണത്. പുറംപോലും സാധനം കിട്ടായ്മയൊന്നുമില്ല, നമുക്ക് അങ്ങനെ വലിയ കൊതിയും തോന്നുന്നില്ല കേട്ടോ. ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ, നമ്മളെ ഫുഡ് കഴിക്കാൻ കൊതിയൊന്നുമില്ല. നമ്മൾ ഓക്കെ ആയിരുന്നു 2 ദിവസം വേറെ ഫുഡ് കഴിച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നേക്കപ്പോൾ പാർക്കിങ് കിട്ടിയോ അതോ നോക്കണ്ടോ? പാർക്കിങ് ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങട്ടെ. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ടൈം ആവും എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. അവർ 2 ആകുമ്പോഴത്തേക്കും ലാൻഡ് ആവും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 1 hour മാക്സിമം അല്ലേ അവർ പുറത്തിറങ്ങാൻ 1 hour ഒന്നും വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പറഞ്ഞ പോലെ ഒഴുകിയല്ല, ഓടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിലേക്ക് ഫുഡ് കഴിക്കാം. കമാ എന്താ പറയുന്നത്,
കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. നമുക്ക് നടന്ന് പോയി മാമുണ്ടാക്കാം ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗൈസ്. ശരി, തിരിച്ചു വരികയാണെന്നാണോ പോവാണെന്നാണോ പറയുന്നത്? ഓക്കെ, തിരിച്ചു പോവാണ് ഗൈസ് ടൊറൻറ്റോയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്. 2-3 ദിവസത്തെ എല്ലാ പരിപാടികൾക്കും കറക്കങ്ങൾക്കും ഹാപ്പിനെസ്സിനും എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ പോവാം. ഹാപ്പിനെസ്സിന് ഇനിയും കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ. പിന്നെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ചെറിയൊരു വിഷമമുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അതുപോലെ ചെറിയൊരു വിഷമമുണ്ട്. സാരില്ല. ലുക്കിംഗ് ഫോർവേഡ് ഫോർ നെക്സ്റ്റ് ട്രിപ്പ്. അപ്പം ശരി, എന്നാ എൻ്റെ നീണ്ടൊരു വ്ളോഗിനും ഒരു വിരാമമാവുകയാണ്. ഇനി എപ്പോഴെങ്കിലൊക്കെ വേറൊരു വ്ളോഗായിട്ട് വരാൻ എനിക്ക് യോഗം ഉണ്ടാവട്ടെ. അത് കാണാൻ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ, ക്ഷമ ഉണ്ടാവട്ടെ. വേറെ ഒന്നുമില്ല ഗൈസ്. ലെറ്റ്സ് സേ ബൈ ടു